തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് പഞ്ചായത്ത് തലങ്ങളിലാണ്. ഒരു വോട്ട് പോലും ചോരാതെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് പരമാവധി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഇന്ന് നമ്മുടെ പാമാങ്കോട് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പാമാങ്കോട് 1-ാം വാർഡിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്ന മണികണ്ഠൻ എന്ന വിളിപ്പേരുള്ള അജിത് കുമാറിന് നമ്മളോടൊപ്പം ചേരുകയാണ്. 25 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ ഈ വാർഡ് നമ്മൾ LDFിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തിട്ടില്ല. ഇത്തവണയും അത് നിലനിർത്തുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. ഉറപ്പ് തന്നെയാണ്. ഇത്തവണ ഈ വാർഡ് നമ്മൾ നിലനിർത്തും. ഈ വാർഡിൽ ഇതുവരെ വേറൊരു സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടില്ല. അതാ കണ്ടില്ല, നമ്മൾ ഇത്രയും പേര് നമ്മളെ കൂടെ നിൽക്കുകയല്ലേ. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഈ പള്ളിച്ച പഞ്ചായത്ത് 1-ാം വാർഡിലാണ്. ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഈ വാർഡിലാണ്. ലൈഫ് മിഷൻ വീട് നൽകിയതും ഏറ്റവും കൂടുതൽ നൽകിയത് ഈ പള്ളിച്ച പഞ്ചായത്ത് 1-ാം വാർഡിലാണ്. പിന്നെ ഇതുവരെ നടന്നു വന്ന വികസന പ്രവർത്തനത്തിന് ഇനിയും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചേ തീരൂ. 100% വിജയം ഉറപ്പാക്കി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സാധാരണയിൽ വ്യത്യസ്തമായിട്ട് ഇന്ന് യുവജനങ്ങളുടെ ഒരു പങ്ക് ഇതിനകത്ത് കാണുന്നു. ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ യുവജനങ്ങൾ ഈ രാഷ്ട്രീയത്തിനോട് താല്പര്യം കാണിക്കാത്ത വിമുഖതയുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഈ യുവാക്കളെ ഇത്രയും യുവാക്കളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ ദിവസം എങ്ങനെയാണ് ഇവർക്ക് ഈ രാഷ്ട്രീയത്തിനോടൊന്ന് ഒരു ആഭിമുഖ്യം വരുന്നത്? നമ്മളെ കൂടെ യുവാക്കൾ മാത്രമല്ല, ഈ ബാല്യം മുതൽ നമ്മളെ കൂടി ഇറക്കുകയാണ്. അതൊരു ആവേശമാണ് അവർക്ക്. അത് തന്നെയാണ്. ബാല്യമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. എല്ലാവരും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എല്ലാവരും ഇറങ്ങുന്നത്. പൊതുവേ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ 3-ാം പിണറായി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലെന്നും ഇത് സെമി ഫൈനലായിരുന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് തികച്ചും സെമി ഫൈനൽ തന്നെയാണ്. ഉറപ്പാണ്. 3-ാം പിണറായി സർക്കാർ യാഥാർത്ഥ്യം ഉറപ്പായിട്ടും വരും. പിണറായി സർക്കാർ തന്നെയാണ് ഒരിക്കലും വരുന്നത്. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും ഈ വാർഡിൻ്റെ തന്നെ സ്വന്തം മെമ്പർ എന്ന രീതിയിൽ നിന്നിട്ടുള്ള ശശികലയാണ്. ചേച്ചി ബാറ്റൺ കൈമാറിയപ്പോൾ വിശ്വസ്തനായ ആളിന് തന്നെയാണ് കൈമാറിയത്. തീർച്ചയായിട്ടും 100% നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. അത് വിട്ടുള്ളൊരു കളി നമ്മളെ സംബന്ധിച്ചില്ല. നമ്മൾ പാർട്ടി കമ്മിറ്റികളൊക്കെ കൂടി നമുക്ക് തീർച്ചയായിട്ടും വിശ്വസ്തനായ എല്ലാവരും, ഈ ഇരിക്കുന്ന എൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ വിശ്വസ്തരാണ്. എങ്കിലും നമുക്ക് ബാറ്റൺ കൈമാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും പാർട്ടിക്ക് ഉചിതം എന്ന് തോന്നിയ ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വിജയം സുനിശ്ചിതമാണ്. അതിന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരിവിടെ ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ 25 വർഷം ഒരു ജനപ്രതിനിധി ആയിട്ട് ഈ വാർഡിൽ തന്നെ, അതായത് മറ്റു സ്ഥാനാർത്ഥികളെ പോലെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവർ മാറി മാറി നിൽക്കും പോലെയല്ല. ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 95 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരുന്നു. പക്ഷേ അതിനു മുൻപും 10 വർഷം CPMൻ്റെ കൈ തന്നെയായിരുന്നു ഈ വാർഡ്. അങ്ങനെ മൊത്തം 35 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യവും CPM തന്നെ ഇവിടെ ജയിക്കും. ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥിയോട് ചോദിച്ച പോലെ തന്നെ ഇത് 3-ാം പിണറായി സർക്കാരിൻ്റെ ഒരു വരവേൽപ്പ് കൂടിയാണ്. അതിന് വേറെ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരണത്തിൽ വരും. അതിന് ഏതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഒത്തൊരുമയാണ് ഇന്നിവിടെ കാണുന്നത്. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സ്ക്വാഡല്ല. നമുക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ DFIയുടെ ഒരു യൂണിറ്റുണ്ട്, അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനുണ്ട്, അതുപോലെ തന്നെ ബാലസംഘം യൂണിറ്റുണ്ട്, അതുപോലെ CIT ഉണ്ട്. വർഗ ബഹുജന സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ അണിചേർന്നിട്ടുണ്ട്. നമുക്കിനി ശകല സമയം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയില്ല. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വാർഡ് പിടിച്ചെടുക്കുക എന്നതുപോലെ തന്നെയാണ്, അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർഡ് നിലനിർത്തുക എന്നത്. 25 വർഷം, നേരത്തെ പറഞ്ഞതുപോലെ 25 വർഷക്കാലം ഒരു വാർഡിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ശശികല മെമ്പറിൽ നിന്നും അടുത്ത് നമ്മുടെ അജിത് കുമാറിലേക്ക് കൈമാറുമ്പോൾ വാർഡ് നിലനിർത്തുമെന്നുള്ള ഉത്തമ പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.